ഇന്നലത്തെ ഒരു ദിവസം രാവിലെ വലിയൊരു ബോംബ് പോലെ ഒരു ബാർ കോഴ എന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിയും വിധത്തിലേക്ക് ഒരു വാട്സപ്പ് ശബ്ദരേഖ പുറത്തു വരുന്നു. അത് ഒരു മാധ്യമം വലിയ വാർത്തയാക്കുന്നു. തുടർന്ന് ഈ ബാർ ഉടമകളുടെ സംഘടന പ്രസിഡന്റ് തന്നെ സുനിൽകുമാർ തന്നെ എന്താണ് അതിൽ സംഭവിച്ചത് എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷം അതിവേഗം അതൊരു കോടാനുകോടി രൂപയുടെ ഒരു അഴിമതി എന്ന നിലയിലേക്ക് അതിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ മന്ത്രി എം പി രാജേഷിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം വരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ DGPക്ക് കത്ത് കൊടുക്കുന്നു, ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നു. ഈ ശബ്ദരേഖയും അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഗൂഢാലോചനയുണ്ട് എന്നുള്ള ശക്തമായ സംശയം ആദ്യം ഉന്നയിച്ചത് മന്ത്രി തന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്കും അവിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വരവ് യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ സംഭവിച്ചത്. അപ്പോൾ ഒരു ആരോപണം, ഒരാക്ഷേപം ഉയരുന്നു, മാധ്യമ വാർത്തയാകുന്നു. തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷം അത് ഏറ്റെടുത്തുകൊണ്ടൊരു വലിയ ആരോപണം, പ്രതിപക്ഷ ആരോപണമാക്കിയത് മാറ്റുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നിർപ്പനാണ് നമ്മൾക്കൊപ്പം ചേരുന്നത് വിശദാംശങ്ങളുമായി. നിർപ്പൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഞാൻ ഇതുവരെ പറഞ്ഞത് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നെ അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഒരു വാർത്ത വന്ന ഉടൻ തന്നെ 2.5 കേരളത്തിലെ ആകെ ബാറുകൾ ഇത്ര സമം 20 കോടി എന്ന് പ്രതിപക്ഷം ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ 20 കോടിയുടെ അഴിമതി നടന്നു എന്ന് സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ ഇതുകൂടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് മാധ്യമങ്ങളിൽ ചില വിവാദങ്ങൾ വരുന്നു, പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നു, മന്ത്രി അപ്പോൾ തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. ക്രൈംബ്രാഞ്ച് അന്വേഷണ രംഗത്തേക്ക് വന്നതോടെ പ്രതിപക്ഷ രംഗത്തെ ഒരു പൊതുചിന്ത എന്താണ് നിർപ്പൻ? ഇത് അല്പം തിടുക്കത്തിലായിപ്പോയി, വളരെ കരുതലോടെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ആ പ്രതിപക്ഷത്തുണ്ടോ? തീർച്ചയായും ശരത്ത്, ഈ തുടർച്ചയായി ആരോപണങ്ങൾ എത്രയും പെട്ടെന്ന് ചില മാധ്യമങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ, ചില വാർത്തകൾ വരുമ്പോൾ തന്നെ എടുത്തു ചാടുന്നൊരു സമീപനം UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഈ സംഭവത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ മുതിർന്ന നേതൃത്വത്തിലുണ്ട്. പ്രത്യേകിച്ച് ഘടകകക്ഷി നേതാക്കൾക്ക് ആ നിലപാടാണ് എന്നതാണ് അറിയുന്നത്. ശരത്ത് തന്നെ സമഗ്രമായി വിശദീകരിച്ചു. ഇന്ന് വാർത്തകളുടെ ഇന്ന് പത്രങ്ങൾ, ഇന്നിറങ്ങിയ വർത്തമാന പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്നലത്തെ വാർത്ത നിലനിർത്താനല്ലാതെ തുടരായി എന്തെങ്കിലും പുതിയ കണ്ടെത്തലോ വെളിപ്പെടുത്തലോ തുടർ നീക്കങ്ങളായി അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ ഈ ബാർ മുതലാളിമാർക്ക് വേണ്ടി സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം. മറ്റൊന്ന്, മദ്യനയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നയത്തിൽ മാറ്റമോ അങ്ങനെ എന്തെങ്കിലും ആലോചനയോ മുന്നണിയോ പാർട്ടിയോ സർക്കാരോ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം. ഈ 2 ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഒപ്പം തന്നെ ഈ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 8 വർഷം കൊണ്ട് 12 ലക്ഷം രൂപയുടെ വർധനവാണ് സർക്കാർ വരുത്തിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന് ഒരു നിലപാടിനെ സംബന്ധിച്ചും പിന്നോട്ടില്ല. ഒപ്പം തന്നെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഏതെങ്കിലും മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങി സ്വീകരിക്കുന്ന നയമല്ല ഇടതുമുന്നണിയുടേത്. പഴയ ബാർ വിവാദവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ ഓർമ്മയിൽ നിന്നായിരിക്കും UDFിലെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനൊക്കെ ഈ സമാനമായ ആരോപണം ഉന്നയിക്കുന്നത് എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ വാർത്തകളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ശരത്ത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിയുടെ ഓഫീസ് തന്നെ അടിയന്തരമായി DGPക്ക് കത്ത് നൽകുന്നുണ്ട്. ഈ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇന്നായിരിക്കും അത് സംബന്ധിച്ച അന്വേഷണം ഏത് തരത്തിലുള്ള അന്വേഷണമാണ് എന്ന കാര്യത്തിലുള്ള തുടർ നീക്കങ്ങൾ ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുമ്പ് തന്നെ വ്യാപകമായി ആസൂത്രിതമായ ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഹോട്ടൽ മുതലാളി ഈ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തമ്മിലുള്ള ആഭ്യന്തര തർക്കമാണോ, മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് UDFൻ്റെ യോഗം ചേരുന്നുണ്ട്. UDFൻ്റെ യോഗത്തിൻ്റെ മുഖ്യമായ അജണ്ട ഇപ്പോൾ അവർ ഈ ബാർ വിവാദമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം അതിൽ എന്തെങ്കിലും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന ആലോചനയാണ് നടത്തുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം UDFൻ്റെ യോഗം ഇതുവരെ ചേർന്നിരുന്നില്ല. KPCC നേതൃയോഗമാണ് ചേർന്നത്. അവിടെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഘടകകക്ഷികൾക്ക് താഴെത്തട്ടിൽ പ്രവർത്തനം മതിയായ രീതിയിൽ ഉണ്ടായില്ല, കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കുഴപ്പമുണ്ടായി എന്ന് PJ ജോസഫിന് ഒപ്പം തന്നെ RSP അടക്കമുള്ള ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുണ്ട്. അത്തരം നിലപാടുകൾ ഇന്ന് ഉന്നയിക്കും. ഒപ്പം തന്നെ മാത്യു കൊഴുനാടൻ ഉയർത്തിയ വിഷയങ്ങളുണ്ട്. അങ്ങനെ ഈ തുടരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ടും ഒക്കെ തന്നെ ആക്രമിക്കുന്ന സമീപനത്തിലേക്ക് മാത്യു കൊഴുനാടൻ പോയി. പക്ഷേ കോടതിയിൽ നിന്ന് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് പ്രേക്ഷകർക്കും ഇപ്പോൾ ശരത്തിനും അത് വ്യക്തമായി അറിയാവുന്നതാണ്. ഇപ്പോൾ അവസാനം ബാർ വിവാദവുമായി
വിവാദവുമായി ബന്ധപ്പെട്ടാണ് അവർ UDF ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തത്. അങ്ങനെ തുടരെ ഈ അനാവശ്യമായ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ, ആധികാരികതയില്ലാത്ത ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് പുറകെയും മറ്റ് ചില ആൾക്കാർ വ്യക്തികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പുറകെ പോകുന്നത് തിരിച്ചടിയാകുന്നു എന്ന വിലയിരുത്തൽ UDFിലെ ഉന്നതരായ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷ സമരം ആലോചിക്കാനാണ് അജണ്ടയിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാകും, പ്രതിഷേധം എങ്ങനെയാകും എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം UDF തുടരുന്നുണ്ട്. ഇന്ന് UDFിൻ്റെ യോഗം 11 മണിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ, ഔദ്യോഗിക വസതിയിലാണ് ചേരുന്നത്. ആ യോഗത്തിൽ ഘടകകക്ഷികൾ ഇത് സംബന്ധിച്ച അഭിപ്രായം ഉന്നയിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വിലയിരുത്തൽ UDF എന്ന നിലയിൽ അങ്ങനെ നടത്തിയിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ ലീഗിനൊക്കെ തന്നെ, പ്രത്യേകിച്ച് PJ ജോസഫ് കോട്ടയത്ത് മത്സരിച്ചു, RSP കൊല്ലം സീറ്റിൽ മത്സരിച്ചു, ഇവർക്കൊക്കെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. കടുത്ത മത്സരം ഈ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ തന്നെയാണ് UDFിൻ്റെ ഘടകകക്ഷികൾക്കുമുള്ളത്. UDFിൻ്റെ നേതൃത്വവും അത് പരസ്യമായി അല്ലെങ്കിലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായി, പ്രധാനപ്പെട്ട അവർക്ക് അനുകൂലമായ വോട്ട് ബാങ്കുകളിൽ പോളിംഗ് നടന്നിട്ടില്ല. അത് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇത്തരം കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ UDF യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റൊന്ന്, ശരത്ത് സൂചിപ്പിച്ചതുപോലെ സോപ്പ് കുമിള പോലെ ഒരു ദിവസം മാത്രം ആയുസ്സുള്ള ഒരു ആരോപണമായി ഇത് മാറി. ഇന്ന് പത്രങ്ങളുടെ തുടർ വാർത്തകൾ പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാകും. ഒപ്പം തന്നെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ബാർക്കോഴയുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു പോയി. കാരണം ഇത്തരം ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തരത്തിൽ പണം പിരിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നയാൾ ഉന്നയിക്കുന്നത് സർക്കാരുമായോ പ്രത്യേകിച്ച് ഭരണകക്ഷിയുമായ സർക്കാരുമായി ബന്ധപ്പെടുത്താൻ ഒരു തരത്തിലുള്ള തെളിവും മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിന് മുമ്പോട്ട് പോകാനാകാത്തത്. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് വരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇത് സംബന്ധിച്ച ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഏത് തരത്തിലുള്ള അവരുടെ ആഭ്യന്തര വിഷയമാണോ, മറ്റു തരത്തിൽ അട്ടിമറിക്ക് വേണ്ടി നിർപ്പൻ കേൾക്കാമോ ഞാൻ പറയുന്നത്? നിർപ്പൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും രസകരമായി തോന്നി. ഇന്നലെ പ്രതിപക്ഷത്ത് ഇങ്ങനൊരു ഒരു വാർത്ത വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്ത് നിന്ന് നേതാക്കൾ ചാടിക്കയറി എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സ്ഥാനം കൊണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഏറ്റെടുത്ത് കളയുമോ എന്ന ഭയം പോലും പ്രതിപക്ഷത്തെ പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എന്ന മട്ടിൽ പറയാനുള്ളൊരു വ്യഗ്രതയിൽ മുൻപിൽ വരുന്നൊരു വിഷയത്തെ സമഗ്രമായി പരിശോധിച്ച് അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അതിലൊരു അഴിമതി ആരോപിച്ച് അതോ കാത്തിരുന്ന് കുറേ കൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കണമോ എന്നതിനൊന്നും നിൽക്കാതെ അത് വലിയ സീനിയർ നേതാവ് മുതൽ ഇപ്പോൾ നേതൃത്വം കൈയാളുന്നവർ വരെ ഒരുപോലെ തന്നെ അപക്വമായി പെരുമാറുന്നത് കണ്ടു. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, ഈ അനിമോൻ എന്ന ബാർ ഉടമ, അയാളുടെ ശബ്ദരേഖ ആ സംഘടന രാവിലെ തന്നെ തള്ളിപ്പറഞ്ഞു. ആ സംഘടന തള്ളിപ്പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും വിധം വേറെ ഏതെങ്കിലും വിവരം പിന്നീട് പുറത്തു വന്നില്ല. മാത്രമല്ല, ഈ അനിമോൻ്റെ ശബ്ദരേഖയിൽ പറയുന്ന ബാറിൻ്റെ ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞു അങ്ങനെ പണം കൊടുത്തിട്ടില്ല എന്ന് അവർ പറയുന്ന സാഹചര്യം വന്നു. മാത്രവുമല്ല, ആ സംഘടനയ്ക്കകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? സംഘടനയ്ക്കകത്ത് പ്രസിഡന്റ് സുനിൽകുമാറിനെതിരെ അതിനകത്ത് ചില ആളുകളെങ്കിലും നടത്തുന്ന ചില കളികളുടെ ഇരയായി അനിമോൻ മാറുകയായിരുന്നോ എന്ന പ്രശ്നമൊക്കെയുണ്ട്. അതൊരു സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതൊക്കെ ആ സംഘടന പറയുന്നത് വിശ്വസനീയമല്ല എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കാൻ ഒരാളെ കൊണ്ടും ഈ നേരം വരെയും കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് മന്ത്രി തന്നെ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചത്. കാരണം വകുപ്പ് എക്സൈസാണ്. ഒരു ചെറിയ പ്രശ്നം പോലും വലിയ തോതിൽ ആക്ഷേപത്തിനോ അല്ലെങ്കിൽ സംശയത്തിനോ വിവാദത്തിനോ ഇടവരുത്തും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മന്ത്രി അപ്പോൾ തന്നെ ഒരു തരത്തിലുള്ള പണപ്പിരിവും അനുവദിക്കുന്ന പ്രശ്നമില്ല, അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട അത്തരം ആലോചന ഒന്നും നടന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇതെല്ലാം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിഷയത്തിന് വളരാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ആണ് ഇന്നലെ സംഭവിച്ചത്. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞില്ല, കഴിഞ്ഞ ബാർക്കോഴയെക്കുറിച്ച് നിർവൻ പറഞ്ഞപ്പോഴാണ്, അന്നത്തെ ഓർമ്മയില്ല, അന്നൊരു ബാർ ഉടമ പറഞ്ഞത്, അതായത് LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഒരു ചായയുടെ ചെലവ് പോലുമില്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക്, ഇതിപ്പോൾ കോടികൾ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞൊരു അനുഭവം കേരളത്തിന് മുമ്പിലുണ്ട്. അതാണ് നിർഭൻ നേരത്തെ പറഞ്ഞല്ലേ, ബാർക്കോഴ എന്ന പഴയൊരു അനുഭവത്തിൽ നിന്ന് ഫിറ്റ് ചെയ്താൽ വർക്കൗട്ടാകും എന്നൊരു തോന്നൽ എവിടെയോ സംഭവിച്ചു. അതാകെയും പാളിപ്പോകുന്ന നിലയിൽ 24 മണിക്കൂറിനുള്ളിൽ കാണുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്നതാണോ ഇന്ന് കേരളത്തിൻ്റെ മുമ്പിലുള്ളൊരവസ്ഥ? തീർച്ചയായും ശരത്ത്, ഈ പറഞ്ഞ ആ ബാർ മുതലാളി ചാനൽ ചർച്ചകൾ, എല്ലാ ചാനൽ ചർച്ചകളിലും കയറി വന്നിരുന്ന് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മന്ത്രി അതിന് മുമ്പേ തന്നെ അന്നത്തെ ഈ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയുമായി നടത്തിയ ബാർഗെയിനിങ്, അവർ നടത്തിയ ആവശ്യപ്പെട്ട തുക ഒക്കെ വലിയ തരത്തിൽ വിവാദമായതാണ്. തൊട്ടു മുമ്പാണ് ശരത്ത് സൂചിപ്പിച്ചതുപോലെ PK ഗുരുദാസൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു ചായക്കാശ് പോലും തങ്ങൾക്ക് ഈ ബാർ മുതലാളിമാർക്ക് മന്ത്രിയെ സമീപിക്കാൻ വേണ്ടി വന്നിട്ടില്ല. സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. അത് താരതമ്യമാണ്. അത്
ജനങ്ങൾ സ്വാഭാവികമായി വിലയിരുത്തും. ഇതിൽ സംഭവിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ അതിനകത്ത് നടക്കണം. നയം കഴിഞ്ഞ ദിവസം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വലിയ തരത്തിൽ വാർത്ത കഴിഞ്ഞ ഒരാഴ്ച 1.5 കാലമായി ശരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു വാർത്ത വരുന്നുണ്ട്, അതായത് സർക്കാരിൻ്റെ മദ്യനയത്തിൽ വലിയ മാറ്റം വരുന്നു, ഡ്രൈ ഡേ പിൻവലിക്കാൻ പോകുന്നു, കൂടുതൽ ബാറുകൾ അനുവദിക്കാൻ പോകുന്നു, റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിളമ്പാൻ പോകുന്നു, അവിടെ ബിയർ സെർവ് ചെയ്യാൻ പോകുന്നു, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ആ വാർത്തയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പ് വരുന്നത്. ആ വോയിസ് ക്ലിപ്പിൽ തന്നെ താൻ ഇന്ന ഭാരവാഹിയാണ്, ഇത്തരത്തിൽ പണം പിരിക്കണം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇടുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് പിടികിട്ടും. പക്ഷേ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ നിഷേധിച്ചതോടുകൂടി തന്നെ ആ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വാർത്തയുടെ എന്തെങ്കിലും തരത്തിൽ ആധികാരികം ഉണ്ടോ എന്ന കാര്യത്തിൽ ചോദ്യത്തിന് അപ്പം തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ശരത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ എടുപിടി എന്ന നിലയിൽ KPCC പ്രസിഡന്റ് പ്രസ്താവന വരുന്നു, പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുന്നു, KC വേണുഗോപാൽ ദില്ലിയിൽ ഇത് പ്രതികരിക്കുന്നു. അവരെല്ലാം പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ഒരു ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് പോയ പ്രശ്നങ്ങളുമായി ഇതിനെ കൂട്ടിയോജിപ്പിച്ച് സർക്കാരിനെ ബന്ധിപ്പിക്കാം, വലിയൊരു തുറുപ്പിച്ചിട്ട് കിട്ടി എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ദിവസം പോലും അതിന് ആയുസില്ല. ഇനി സർക്കാർ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുമ്പോഴേക്കും ഇതിൽ സംബന്ധിച്ച ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് നൽകേണ്ടി വരും. അപ്പോഴേക്കും കാര്യങ്ങൾ വസ്തുത വെളിച്ചത്ത് വരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ്. ശരത്ത്, ശരി, ആ ഘട്ടത്തിലാണ് ഇന്നത്തെ UDF യോഗം. അതുകൂടി അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ചേർത്താണ് ഇപ്പോൾ നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ശക്തമായൊരു അന്വേഷണം വേണം എന്ന് എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് തന്നെ ആവശ്യപ്പെടുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്തിനീ ശബ്ദരേഖ, എന്തൊക്കെ തരത്തിലുള്ള താല്പര്യങ്ങളാണ്, ഒരു പണപ്പിരിവും അനുവദിക്കില്ല എന്ന് വകുപ്പും മന്ത്രി തന്നെ, ബന്ധപ്പെട്ട മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതോടുകൂടി ആ ശബ്ദരേഖ അതിനകത്തുകൂടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചൊരു വിവാദത്തിൻ്റെ മുനയൊടിയുന്നു, കാറ്റ് പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അതിന് പിന്നിൽ എന്തൊക്കെ താല്പര്യങ്ങൾ, ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ, ഇങ്ങനൊരു വിവാദം അതിൻ്റെ തൽപര കക്ഷികൾ ആരാണ്, എന്തൊക്കെയായിരുന്നു അതിനു പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഈ ശബ്ദരേഖയിൽ പറയുന്ന വ്യക്തി തന്നെ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഇതിന് സമാധാനം പറയേണ്ടതായ സാഹചര്യം വരും. കാരണം അത്ര വ്യക്തമായൊരു സന്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അഴിമതിക്കും സ്കോപ്പില്ല ഇക്കാര്യങ്ങളിൽ എന്ന ഒരു മെസ്സേജ് ആദ്യം തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചതോടെയാണ് ഈ വിവാദം എന്നുള്ളത് അത് ആവിയായി പോയ സാഹചര്യം. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പല കാര്യങ്ങളും ആ നിലയ്ക്ക് പുറത്തു വരേണ്ടതായിട്ടും ഉണ്ട്.